അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്ട്. അപ്പോൾ രാവിലെ ക്ഷേത്രത്തിൽ പോയി, വിനായക ക്ഷേത്രത്തിൽ പോയി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇനി ഞങ്ങൾ പോകുന്നത് നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ചെട്ടിനാട് പാലസ് ഉണ്ട്. പക്ഷെ അത് അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പാലസ് ഒന്ന് കണ്ടിട്ട് പോവാം. നമ്മൾ ചെട്ടിനാട് പാലസിലേക്ക് പോകുമ്പോഴേക്ക് കാണുന്ന ഒരു ആർച്ചാണ്. അതിൻ്റെ കാലുമൊക്കെ രഥത്തിൻ്റെ ചക്രന്മാർ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി, ഞങ്ങളപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വിനായക ക്ഷേത്രത്തിൽ പോയി. ഇനി ഞങ്ങൾ ചെട്ടിനാട് പാലസ് കാണാനാണ് പോണേ. നേരത്തെ പറഞ്ഞവര് അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പാലസ് ഒന്ന് കണ്ടിട്ട് പോവാം. പിന്നെ വേറൊരു ഫോട്ടോ കൂടി ഉണ്ട്, ശങ്കരപതി ഫോർട്ട്. അത് പഴയ ആയുധ പരിശീലനം കഴിഞ്ഞിട്ടാന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതൊന്ന് കാണണം. പിന്നെ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ വേറെ പ്ലാനുകളൊന്നുമില്ല. നമ്മൾ തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ പോകണം എന്നാണ് വിചാരിക്കുന്നത്, അല്ലേ ചേട്ടാ? നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും സുഖമായിരിക്കുന്നു. രാവിലെ ഞങ്ങൾ ഇഡലിയും വടയും ചായയൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖമായിരിക്കുന്നു. വിനോയ് സുഖമായിരിക്കുന്നു. ബിജു ഫോണിലാണ്, ബിസിനസ്സുകാരനാണ്. അതും പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെതായ തിരക്കുകളും കാര്യങ്ങൾ ആലോചിക്കുകയും ബിസിനസ് ചർച്ചകളുമാണ്. ലാസ്റ്റ് മൈസെൽഫ് സൈമൺ. നമ്മുടെ ചെട്ടിനാട് പാലസിനോട് ചേർന്നുള്ള വീടുകളായിട്ട് കാണുന്നത്. അവിടുത്തെ പഴയ സൗധങ്ങൾ, മണിമാളികകൾ, ഇതൊക്കെ പഴയ വീടുകളാണ്. ഇതാണ് പാലസ്. അപ്പൊ ഇതാണ് ചെട്ടിനാട് പാലസ് അല്ലേ ബിജു? ഇതാണ് കയറാൻ പറ്റുന്ന സെക്യൂരിറ്റി ഉണ്ട്, ചോദിച്ചു. അപ്പോൾ ഇതാണ് ചെട്ടിനാട് പാലസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമൊന്നുമില്ല. 1912 ഈ ഒരു കൊട്ടാരം പണിത് കേട്ടോ. 1912 ഗംഭീര വീടാണ്. അകത്തേക്ക് കയറാനൊന്നും പറ്റില്ല. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, നമുക്ക് ആളോട് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ചെട്ടിനാട് പാലസിലേക്കാണ് എത്തിയിരിക്കുന്നത്. കന്നടുഗത്താൻ പാലസ് എന്നും ഈ ഒരു പാലസിൻ്റെ പേരുണ്ട്. കന്നടുഗത്താൻ എന്നാണ് ആക്ച്വലി പ്രോപ്പർ ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് കേട്ടോ. ഇത് 1912 നിർമ്മിച്ച ഒരു പാലസാണ്. ചെട്ടിനാട് സിമെൻസ്, അണ്ണാമല യൂണിവേഴ്സിറ്റി, ഇതിൻ്റെയൊക്കെ ഫൗണ്ടർ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു പാലസ് നിർമ്മിച്ചത്. എനിക്ക് തോന്നുന്നു ചെട്ടിനാട് ഉള്ള ഏറ്റവും വലിയ പാലസുകളിൽ ഒന്നാണ് ഈ ചെട്ടിനാട് പാലസ്, കന്നടുഗത്താൻ പാലസ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുറത്തു നിന്നുള്ള ഈ ഒരു പാലസിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. നമുക്കിവിടെ വരുമ്പോഴേ ഒരു മാപ്പ് കാണാം കേട്ടോ. വെൽക്കം ടു കന്നടുഗത്താൻ എന്ന് പറഞ്ഞ് കാണാം. ഈ കന്നടുഗത്താൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാട്ടോ. ശരിക്കും ഈ ഒരു പാലസിൻ്റെ പേര് കന്നടുഗത്താൻ പാലസ് എന്നാണ് ശരിക്കും പേര് വരുന്നത്. കന്നടുഗത്താൻ പാലസ്, ചെട്ടിനാട് പാലസ് എന്ന് പറയും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പാലസിലേക്ക്. പാലസ് 1912 പണിത പാലസാണ്. 1912 നമ്മുടെ ചെട്ടിനാട് സിമെൻസില്ലേ അതിൻ്റെയൊക്കെ ഓണറാണ് ഈ അണ്ണാമല യൂണിവേഴ്സിറ്റി. ചെട്ടിനാട് പാലസ് ചെട്ടിനാട് സിമെൻസ് അതിൻ്റെയൊക്കെ ഓണറാണ്. അവർ പിരിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പം ചെന്നൈയിൽ ചെന്ന് അവരുടെ മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാലസിലേക്ക് കയറാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ള ആൾക്കാർ ചെന്നൈയിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് അനുവാദം വാങ്ങിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ലഭിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ 3.5 ഏക്കറിലാണ് ഈ ഒരു പാലസ് നിൽക്കുന്നത്. 3.5 ഏക്കറിൽ കേട്ടോ. അവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചാൽ പുള്ളിക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇപ്പോൾ ഉള്ള ജനറേഷൻ്റെ 4 തലമുറ മുൻപാണ് ഈ ഒരു 4th ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. 4 തലമുറ മുന്നേ, അതായത് 1912 ഈ ഒരു പാലസ് പണിത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കാർ ഷെഡാണെന്നുള്ളേ. കാർ ഷെഡോ ഗേറ്റോ അങ്ങനെ എന്തെങ്കിലും. ഗേറ്റ് എന്ന് വെച്ചാൽ കാർ ഷെഡിൻ്റെ ഗേറ്റാണോ എന്താണെന്ന് അറിയില്ല. വലിയ പാലസാട്ടാ അല്ലേ. ഇപ്പോഴൊക്കെ കുറേ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിലുള്ള ബിൽഡിങ്ങുകളാണ്. താമസമുണ്ടെന്ന് തോന്നുന്നു. റണ്ണാർ സ്നാക്സ്, ഇവിടുത്തെ സ്നാക്സും അത്യാവശ്യം പ്രസിദ്ധമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ചെട്ടിനാട് ശ്രീകൃഷ്ണ സ്നാക്സ്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ലക്ഷങ്ങളായിരിക്കും ചിലവ് അല്ലേ.
1912 SRM അണ്ണാമലൈ ചെട്ടിയാരാണ് ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചത്. പരമ്പരാഗത ചെട്ടിനാട് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ചെട്ടിനാട് പാലസ്. കൊട്ടാരം നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പല വസ്തുക്കളും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തവയാണ്. ചുരുക്കത്തിൽ ചെട്ടിനാട് പാലസ് എന്നത് ഒരു പ്രത്യേക കൊട്ടാരം എന്നതിനേക്കാൾ ഉപരി ചെട്ടിയാർ സമുദായത്തിൻ്റെ സമ്പത്ത്, വാസ്തുവിദ്യ, പൈതൃകം എന്നിവയെല്ലാം വിളിച്ചോതുന്ന ഒരു വലിയ മാളിക തന്നെയാണ്. ഇതൊക്കെ ഈ പറഞ്ഞ ഒരു പാലസിൻ്റെ ഭാഗങ്ങളാട്ടോ, അല്ല ഗസ്റ്റ് ഹൗസ് അങ്ങനെ ആയിരിക്കും. പക്ഷേ അവിടെ സെക്യൂരിറ്റിക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, പുള്ളി ഒന്നും പറഞ്ഞു തന്നില്ല. ഇത്ര അതായത് എങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഓണർ ആരാണ്, ഇത്ര കാര്യങ്ങൾ മാത്രമേ പുള്ളി പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ചെട്ടിനാട് പാലസിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും. ഞങ്ങളടുത്ത് പോകുന്നത് ആ കാടിനുള്ളിലുള്ള ഒരു ഫോർട്ട് കാണാൻ കേട്ടോ. ഈ ചെട്ടിനാട് പാലസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇവിടെ ഒരു ചെട്ടിനാട് വിദ്യാലയം എന്ന് പറഞ്ഞ ഒരു വിദ്യാലയ, ഡോക്ടർ കുമാരറാണി മീനമുത്തയ്യാസ് ചെട്ടിനാട് വിദ്യാലയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുൻപിലൊരു വലിയൊരു ക്ഷേത്രക്കുളം കാണാം കേട്ടോ. ഒരാലൊക്കെ ഉണ്ടേ കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത് പോസ്റ്റ് ഓഫീസാട്ടോ കണ്ട. പോസ്റ്റ് ഓഫീസ് ബിൽഡിങ് നോക്കിയേ, ഗംഭീരം അല്ലേ. അതും പഴയ ബിൽഡിങ് തന്നെയാണേ. അതും പഴയ ബിൽഡിങ് തന്നെയാണ് കണ്ട. ഇതാണ് ക്ഷേത്രക്കുളം, അതാണ് ക്ഷേത്രം. അതെ, ഞങ്ങളുണ്ടല്ലോ ഈ ചെട്ടിനാട് പാലസിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിക്കൊന്ന് പോയി നോക്കണം. വേറെ ബിൽഡിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാമല്ലോ. പിന്നെ വഴിയൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് മറ്റേ ഫോട്ടോ കാണാൻ പോലെ. ചെട്ടിനാട് ഹെൽപ്പേജ് അത് 250 വർഷം പഴക്കമുള്ളൊരു വീടാന്ന് പറഞ്ഞത്. അത് ഇങ്ങേരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സെക്യൂരിറ്റി. ചെറുക്കൻ്റെ കൂടെ പോകാൻ 280. എത്ര തലമുറ മാറി. ഫ്രണ്ടിലെ ഡോറ് അയ്യൊന്നും ശ്രദ്ധിച്ചില്ലത്. 7 വർഷം എടുത്തു 5 മണിക്കാര്. ഇത് നമ്മുടെ മറ്റേ കാരക്കുടിയിൽ കണ്ട 1000 ജനൽ വീട് മറ്റൊരു വീട് അല്ലേ. ഇത് ഇവിടെയുള്ള എല്ലാ വീടും കമത്തോട് അല്ലേ. ശരിക്കും അന്നത്തെ കാലത്ത് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് ഈ വലിയ വീട് എന്നുള്ളത്. ശരിക്കും നമ്മൾ ആത്തൻകുടി കണ്ടിട്ട് ഈ ഭാഗത്താണ് ഇങ്ങനത്തെ പല വീടുകളുള്ളത് അല്ലേ. ശരി, ഒക്കെ വേറെ വേറെ ഡിസൈനുകൾ. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയ ഉണ്ട് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ദുഡെന്ന് പോയി കളിക്കാം.
ശരിക്കും പോണ്ടിച്ചേരിയിലെ ചില അതന്നെ street അതന്നെ കൾ അതന്നെ ഇങ്ങനെയില്ലേ? അതന്നെ അതന്നെ ഞാൻ പറയാൻ പറയുന്നത് പോണ്ടിച്ചേരിയിലെ street കള് ഇതുണ്ടാവുക. അതൊരു റഷ്യൻ ഫ്രഞ്ച് ഫ്രഞ്ച് കോളനി വരെയാണ്. ഇവിടേക്ക് പ്രവേശനം എന്ന് പറഞ്ഞോ കയറണോ? ഇവിടെ ഉണ്ടല്ലോ ഇത് നമ്മളിപ്പോൾ തന്നെ കണ്ട ചെട്ടിനാട് പാലസാണ്. ഇതുപോലത്തെ വലിയ വലിയ വീടുകളല്ലാണ്ട് ഇതുപോലത്തെ കൊച്ചു വീടുകളുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ താമസമൊക്കെ ഉള്ളതാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേ കോലൊക്കെ ഇട്ടിട്ടുണ്ടേ. കോലൊക്കെ ഇട്ട് വാതിൽ ഇതേ ഒരു കൊച്ചു ഗണപതിനെയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. പക്ഷെ ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഇതാന്ന് തോന്നുന്നു കണ്ടോ. അല്ല അത് വേറെ ഭാഗമാണെന്ന് തോന്നുന്നു. ആൾക്കാർ താമസമുള്ള വീട്, ചെറിയ വീട് ഇപ്പം തന്നെ കാണിച്ചില്ലേ, അതിൻ്റെ മേളിലുള്ള അതിൻ്റെ ആ വീടിനോട് ചേർന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഓടുകളാട്ടോ അത്. നോക്കിയേ, ഒരു ഓട് ഇങ്ങനെ വെച്ച് തിരിച്ച് വെച്ച് ഇങ്ങനെ വെച്ച് അങ്ങനെ ചെറിയ ഓടുകൾ കണ്ട. അതാണ് ആ ചെറിയ വീട് നമ്മളിപ്പോൾ തന്നെ കണ്ടത്. ഇത് നമ്മുടെ പാലസ്. ഇനി നമുക്ക് പോവാം. നമ്മൾ വന്ന വഴി തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെട്ടിനാട് പാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ശങ്കരപതി ഫോർട്ടിലേക്കാണ് പോകുന്നത്. അത് 18ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു കോട്ടയാണത്. അത് സൈനിക പരിശീലന കേന്ദ്രം എന്നൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ തകർന്ന് കാട് കയറി കിടക്കുകയാണ്. തമിഴ്നാട് വനം വകുപ്പിൻ്റെ കീഴിലാട്ടോ ഇപ്പോൾ ആ ഒരു കോട്ട ഉള്ളത്. സന്ദർശകർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അധികം ആരും പോകാറില്ല എന്നാണ് നമ്മളവിടെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്. അവിടുത്തെ സെക്യൂരിറ്റിക്ക് പോലും അത് ആ ഒരു ശങ്കരവതി ഫോർട്ട് എന്ന് കേട്ടപ്പോൾ ഏതാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഒന്ന് പോയി നോക്കാം. നമ്മുടെ ഈ ചെട്ടിനാട് പാലസിൽ അവിടുന്ന് 26 കിലോമീറ്ററാണ്. 26 കിലോമീറ്ററാണ് ഇവിടേക്ക് കാണുന്നത്. ട്രെയിൻ പോകണം. ഒരു ലെവൽ ഞാൻ ആ ആ ഇലയുടെ വ്യത്യാസം ഉണ്ട്. ഇല ഒരു ചാരക്കളൊക്കെ വരുന്നത്. അതായത് നമ്മളുണ്ടല്ലോ ശങ്കരപതി കോട്ടയുടെ ഫ്രണ്ടിലായിട്ട് എത്തിയേക്കണം. അത് ഈ ബാക്കിൽ കാണുന്നതാണ് കോട്ട. ഇപ്പം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ആ കോട്ടയുടെ റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. പൊളിഞ്ഞു പോയ ഭാഗങ്ങളെല്ലാം പുതിയ കട്ടകളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ വെട്ടുകല്ലൊക്കെ വെച്ച് പണിതുകൊണ്ടിരിക്കുക. വെട്ടുകല്ലൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് പബ്ലിക്കിന് ഇപ്പം നിലവിൽ അവിടേക്ക് പ്രവേശനമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് കാണാൻ വേണ്ടി വന്ന കേട്ടോ. കാട് പിടിച്ചിറക്കുന്ന ഫോട്ടോസാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മാസത്തിനുള്ള പണിയൊക്കെ തീരും. പണി തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ പബ്ലിക്കിന് അലൗഡ് ആയിരിക്കും കേട്ടോ. ഇപ്പം നിലവിൽ ഇവിടേക്ക് വരണ്ട. ഇത് നമ്മുടെ അവിടെ നിന്ന് ചെട്ടിനാട് പാലസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 26 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ കുറച്ചാണ് മാറിയിട്ട് ചെറിയൊരു കോവിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം കോവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കോവിലാണേ. അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. അപ്പം ഇനിയിപ്പോൾ ഇവിടേക്ക് വരണവർ ഇപ്പം തൽക്കാലം വരണ്ട. ഇത് ഈ ഒരു ശങ്കരപതി ഫോർട്ട് കാണാൻ നിലവിൽ വന്നവർ വരണ്ട കേട്ടോ. പക്ഷേ നിലവിൽ ഇപ്പോൾ പ്രവേശനമില്ല അങ്ങടേക്ക്.
ആ കോവിൽ എന്താണെന്ന് നോക്കിയിട്ട് അതും കൂടി കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം. അപ്പം അന്വേഷിച്ചപ്പോൾ ഇതൊരു മുനീശ്വരൻ കോവിലാണെന്ന് പറഞ്ഞിട്ടോ. മുനീശ്വരൻ കോവിൽ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് വരെ പ്രത്യേകത അല്ലേ, ശൂലൊന്നും ഇറങ്ങി അല്ലേ? ശൂലൊന്നും ഇറങ്ങി വടിവാള് നോക്കി. ഇവിടെ ഒരു പുളിമരം കേട്ടോ. ഇത് പുളിമരത്തുമ്പോൾ ആൾക്കാരിങ്ങനെ തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ടേ, കുട്ടികളുണ്ടാവാത്തണ്ടേ. ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട് ഇവര്. എനിക്ക് തോന്നുന്നത് ഇത് വഴിപാടാന്ന് തോന്നണം കേട്ടോ. ഇവിടെ ചെരുപ്പ് ഇവിടെ ഊരിയിട്ടന്നെ. പുളിമരത്തിൻ്റെ മുകളിൽ നിറച്ച് കോഴികളിരിക്കട്ടെ. അത് നോക്കി, നിറച്ച് കോഴികൾ. ഇത് 1 2 അത് നാടൻ കോഴി. ഇതേ അവിടെയൊക്കെ കോഴികളിരിക്കണേ. ദൈവമേ, ആഹാ, ഏറ്റവും മുകളിൽ പറഞ്ഞിരിക്കണോണ്ടാ. സൂം ചെയ്ത് കാണിച്ചേ കണ്ടാ. കോഴികള് ഇരിക്കണേ. ഇതാണ് മുനീശ്വരൻ കോവിൽ വരുന്നത്. കണ്ട മണി കെട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മുനീശ്വരൻ. കണ്ട, സ്വാമി ഇരുന്ന് വഴിപാട് ചെയ്യണ്ട കേട്ടോ അവിടെ. ഇത് ഒരു മുനീശ്വരൻ കോവിൽ നമ്മുടെ ചിങ്ങഞ്ചിറയൊക്കെ പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ അതേമാതിരി മരങ്ങളില്ല. പക്ഷേ ഈ സൈഡൊക്കെ കണ്ടോ ചിങ്ങഞ്ചിറ മാതിരി അവർ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, ചോറ് പാചകം ചെയ്യുന്നുണ്ട്. എന്തോരം കോഴികളാണ്, നാടൻ കോഴികൾ. ഈ ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ കോഴികളാണ്. എനിക്ക് തോന്നുന്നു ആൾക്കാർ വഴിപാടായിട്ട് കൊണ്ടുപോയിട്ട് എന്താന്ന് തോന്നുന്നു കോഴികളെ. കുറേ കുരങ്ങന്മാരുണ്ട് ഇവിടെ കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ തിരിച്ച് പോവാണ്. പോണ വഴിക്ക് ഡിണ്ടിഗൽ ഫോർട്ട് ഉണ്ട്. ഡിണ്ടിഗൽ ഫോർട്ട് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ ഡിണ്ടിഗലിൽ പോവാണ്. ഡിണ്ടിഗൽ അവിടെ നിന്ന് പിന്നെ നാട്ടിലേക്ക് ഡിണ്ടിഗൽ ഫോർട്ട് കാണാം. നമ്മളിപ്പോൾ കണ്ടത് ഒരു ഗ്രാമം, തൊട്ടടുത്തൊരു ഗ്രാമമുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു മുനീശ്വര ക്ഷേത്രമാണ് ഇവിടെ ഒരു കുടികൊള്ളുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഡെയിലി ചൊവ്വാഴ്ച വെള്ളിയാഴ്ച വെച്ച് മറ്റുള്ള എല്ലാ ദിവസവും അന്നദാന വിതരണമുണ്ട്. അത് ഇവിടെ അല്ല, ഇവിടെ ഭക്ഷണം തൊട്ടടുത്ത് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അടുത്ത് ഉണ്ടാക്കി ഇവിടെ പൂജിച്ചിട്ട് ഇവരിവിടുന്ന് വണ്ടി കയറ്റി നേരെ അവരുടെ ഗ്രാമത്തിൽ കൊണ്ടുപോകും. അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കും. ഏകദേശം 500 ഒരു 700ഓളം പേർക്ക് എല്ലാ ദിവസവും ഒരു അന്നദാനം കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് അവരെ പറഞ്ഞത്. ഓക്കെ, ഇവിടുന്ന് കൊണ്ടുപോകും. ഇവിടെ വന്നാലും നിൽക്കുകയാണെങ്കിൽ അവർക്കുള്ളത് ഇവിടെ കൊടുക്കും. ഫുഡുണ്ട്. 2.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട്. കോഴികളൊക്കെ എനിക്ക് ഓരോരുത്തർ കൊണ്ട് സമർപ്പിക്കുന്നതാണുള്ളത്. കുറേ നാടൻ കോഴികളുണ്ടല്ലോ അവിടെ. ആ പുളിമരത്തിന്റെ മേളിലൊക്കെ കോഴികളിരിക്കുകയാണ്. അവിടെ ഇതുണ്ട്. ആ കോഴി മുഴുവൻ പുളിവെള്ളം കലക്കണമെന്ന് വെള്ളം. പുളിവെള്ളം കലക്കണത് ചോറ് മിക്ക തോന്നലേ പുളിക്കുളമ്പായിരിക്കും. പുളിക്കുളമ്പ് കാളാണ്. മുന്തിരി ഇട്ടിട്ടുള്ള കറിയാണ് അവിടെ ഉണ്ടാക്കണത്. അപ്പൊ ഇവിടെ നേരെ ടിണ്ടികളിൽ പോലെ പോണ വഴിക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് ഭക്ഷണിക്കാം. നമ്മളുണ്ടല്ലോ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഡിണ്ടിഗൽ ഫോർട്ടിലാട്ടോ. ഡിണ്ടിഗൽ ഫോർട്ട്, അതായത് നമുക്ക് ഡിണ്ടിഗൽ വഴി കടന്നു പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഈ ഫോർട്ട്. 18ാം നൂറ്റാണ്ടിൽ മുത്തുകൃഷ്ണ നായ്ക്കർ എന്ന് പറഞ്ഞ ഒരു രാജാവാണ് ഈ ഒരു കോട്ട പണിത്. അതിനുശേഷം ഹൈദരലിയുടെ കയ്യിൽ വന്നു. പിന്നെ ടിപ്പു സുൽത്താൻ, അതിനുശേഷം ബ്രിട്ടീഷുകാർ. പിന്നെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം കയറാൻ പറ്റുള്ളൂ. ടിക്കറ്റ് 4:20 ക്ലോസ് ചെയ്യും. 4:20 ക്ലോസ് ചെയ്യും. 5 മണിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കി വിടുന്ന പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയപ്പോൾ 4:45. ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ തന്നെ CCTV ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു രക്ഷയിലൊക്കെ കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ വളരെ മാന്യമായിട്ട് കാര്യം പറഞ്ഞു. നമ്മളിങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ടും അവർക്കൊന്നും ചെയ്യാനില്ല. CCTV വെച്ചേക്കണോണ്ടേ ഒരു ഇതാണല്ലോ. അപ്പോൾ പിന്നീട് ഒരിക്കൽ എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് ഇവിടെ കയറാം. ഇത് കയറി കാണണമെന്ന് വിചാരിച്ച് വന്ന ഉള്ളിൽ പീരങ്കി, കോട്ടകൾ, ജയില്, പഴയ ഒരു ക്ഷേത്രം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നിലവറ, വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന സ്ഥലം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഡിണ്ടിഗൽ ഫോർട്ട്. ഞങ്ങൾ ഓടിപ്പാഞ്ഞ് വന്നതാണ്. മറ്റേ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 5 മണിയെന്നാണ് കണ്ടത്. പക്ഷേ 5 മണിക്ക് കോട്ട കംപ്ലീറ്റ് ക്ലോസ് ചെയ്യും. 4:20 സംഭവം ഈ പറഞ്ഞ മാതിരി ടിക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണാൻ പറ്റില്ല. ഇവിടം വരെ നിൽക്കാനേ പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചേക്കണേ.
ഞങ്ങളുണ്ടല്ലോ ചെട്ടിനാട് യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ഡിണ്ടിഗലൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട് പൊള്ളാച്ചി എത്താനായിട്ട്. അപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണേ. ഞാൻ എൻ്റെ കൂടെ വന്നവരോട് നമ്മുടെ ചെട്ടിനാട് പോയ യാത്രയുടെ കാര്യങ്ങൾ കണ്ട കാഴ്ചകളൊക്കെ അവർക്ക് ഇഷ്ടമെന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. സമചേട്ടൻ, അതെ ചെട്ടിനാട് പോയിട്ട് എങ്ങനെയുണ്ട്? ഓൾ ഓവർ നോക്കിയാണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സംഭവം തന്നെയാണ്. പാലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ പാലസ് കയറി കാണാൻ പറ്റാത്തത് നമുക്ക് മാനസികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് കാണാനുള്ള പാലസിൻ്റെ ഭംഗി കാണുന്നുണ്ടല്ലോ. നമുക്ക് കുറച്ച് ആ നൊസ്റ്റാൾജിയക്ക് മൂഡും കൂടി വരികയാണെങ്കിൽ അത് കാണാൻ വേറെ ആംബിയൻസ് തന്നെയാണ്. കാരണം ഒരു ഏരിയ 3 ഏക്കറിലൊരു വീടാണ്. വീടെന്ന് നമ്മുടെ കാഴ്ചപ്പാടിൽ അത് ശരിക്കും കൊട്ടാരമാണ്. പക്ഷേ അത് അവരുടെ വീടായിരുന്നൊക്കെ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു മൂഡ് അത് വേറൊരു വൈബ് തന്നെയാണ്. നമുക്ക് കൂട്ടുകാരോടും ചോദിച്ചു നോക്കാം. വിജയൻ പറഞ്ഞവർ തന്നെ അങ്ങനത്തെ ഒരു ഗ്രാമം ചെട്ടിനാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. നമ്മൾ ആ ഒരു ഗ്രാമത്തിൽ പണ്ട് 200-250 വർഷം മുമ്പ് റിച്ചായിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്നൊരു വീട്. പക്ഷേ നമുക്ക് ഇന്ന് കാണുമ്പോൾ അതൊരു കൊട്ടാരമാണ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞാൽ അതൊരു കൊട്ടാരമാണ്. കാരണം അന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, 250 കൊല്ലം മുമ്പ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ടൈലുകളും മരങ്ങളും ആ കാര്യം ഇതൊക്കെ വെച്ച് തേക്കൊക്കെ ബർമ തേക്കാണ്. അതെ, ബർമത്തേക്ക് അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ നമ്മൾ കണ്ടല്ല. 2 സ്ഥലത്ത് നമുക്ക് നേരിട്ട് കയറി കാണാൻ പറ്റി. നിരവധി സ്ഥലങ്ങളുണ്ട്. മിക്കതും പാർട്ടീഷൻ പ്രശ്നങ്ങളിൽ ആയിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കാണ്. 4-5 തലമുറയ്ക്ക് ശേഷമുള്ള ആൾക്കാർ ഇപ്പോൾ ഉള്ളത്. അതെ, ചെട്ടിനാട് സിമെന്റിന്റെ ഒരു ഫാമിലിയുടെയാണ് നമ്മൾ ഒരു പാലസ് നമ്മൾ കണ്ടത്. അതെ ചേട്ടാ, അതിപ്പോൾ നമുക്ക് കയറി കാണാൻ പറ്റില്ല. വിത്ത് പെർമിഷൻ വേണം. അത് നമുക്ക് കിട്ടിയില്ല. എന്നാലും പുറമെ ആളുകളൊക്കെ വരുന്നുണ്ട്, ടൂറിസ്റ്റുകളൊക്കെ അവിടെ വരുന്നുണ്ട്. ഒരു ഗ്രാമമാണ്. അത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഗ്രാമത്തിന് പശ്ചാത്തലത്തിൽ അന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന ഈ വീട് അത്തരം സംഭവത്തിൽ ഇന്ന് കോടികൾ ഇന്ന് മുടക്കണം. മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ വേണം. അതെ, ഇപ്പോഴും പെയിന്റിംഗ് എല്ലാം നല്ല അതേ ഇത് നിലനിർത്തിക്കൊണ്ടുള്ള പെയിന്റിങ്ങാണ് ഇപ്പം ചെയ്യുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്നത്തെ മോഡലുള്ള പെയിന്റിംഗ് അല്ല ഇപ്പോഴും ചെയ്യണം. ഇപ്പോഴും ഓരോരോ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും അതിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്ന പെയിന്റിങ് കൊണ്ട് തന്നെയാണ് ആ അത് വീണ്ടും നിലനിർത്തി അവർ പെയിന്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഇത്ര നാളോ എത്ര വർഷം മുമ്പ് അന്നത്തെ കാലത്ത് അവരുടെ വണ്ടികളെന്ന് വെച്ചാൽ കുതിരവണ്ടികൾ ഒക്കെ ആയിരിക്കുള്ളൂ. അതൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ലോക്കും കാര്യങ്ങളോ മറ്റുള്ള അതിനൊന്നും വ്യത്യാസം പറ്റിയിട്ടില്ല. എല്ലാം അങ്ങനെ തന്നെ. അതെ, നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ ഇതുപോലെ നിലനിൽക്കില്ലായിരുന്നു കാലാവസ്ഥ പ്രശ്നം കൊണ്ട്. ഈ തമിഴ്നാടായത് പക്ഷെ കേരളത്തിലെ ആ 100 വർഷം മുന്നുള്ള കൺസ്ട്രക്ഷൻ അല്ലത്. കേരളത്തിലൊക്കെ നമ്മുടെ മാതൃകയിലല്ല നിർമ്മിച്ചാണ് അവിടെ. വേറെ സ്റ്റൈലല്ലേ? ജനലുകൾ പോലും ഉള്ളിലേക്കാണ് തുറക്കുന്നത്. ആണല്ലേ? ജനൽപ്പാളികളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക്. ശരി. നമ്മളൊക്കെ വീട്ടിൽ പുറത്തേക്കല്ല തുറക്കണേ. അത് ഒരു ജനലപ്പാളി ഒറ്റപ്പാളിയല്ല, ഒരു ജനലപ്പാളി തന്നെ 2 പാളിയായിട്ട് അത് ഉള്ളിലേക്ക് തുറക്കണേ. ഞാൻ കണ്ടായിരുന്നു. അത് നമ്മളിപ്പോ ഇന്നലെ പോയ പാലസിലുള്ള. പിന്നെ കൂളിംഗ് അതൊരു പ്രത്യേകത. അത് വീട് നിർമ്മാണത്തിന്റെ അന്നത്തെ വാസ്തുശാസ്ത്രം ഇത് പ്രകാരം നിർമ്മിച്ചുകൊണ്ടായിരിക്കാം എവിടെ കയറിയാലും നമുക്ക് കൂളിംഗാണ് കിട്ടുന്നത്. ഭിത്തിയിലായാലും ടൈലായാലും ഫ്ലോർ ടൈലായാലൊക്കെ കൂളിംഗ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ ജനലൊക്കെ നമ്മൾ മിക്കതും ഒരു 2 അടി 3 അടി പൊക്കത്തിലായിരിക്കും നമ്മൾ ജനൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഫ്ലോർ ലെവലിലായിരിക്കും അടിയിലും ജനലുകളുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല വായുസഞ്ചാരം, അതെ, സമ്പർക്കം, എയർ സംരക്ഷണം ഇത് കിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. പിന്നെ ചരിത്ര വിദ്യാർത്ഥികൾ പോവുകയാണെങ്കിൽ നല്ലൊരു ടൂറായിരിക്കും. ഇത്ര വർഷം ഒരു 250 വർഷം മുമ്പുള്ളൊരു റിച്ച് ഗ്രാമം ഇന്നത്തെ ആൾക്കാർക്ക് വലിയതായിട്ടൊന്നും തോന്നില്ല. അപ്പൊ ചരിത്രത്തോട് ആഭിമുഖ്യമുള്ളവർ പോയിട്ട് കാര്യമില്ല, അടിച്ചു പൊളിക്കാൻ പോയിട്ട് കാര്യമില്ല. അതിനുള്ള ഒന്നുമില്ല അവിടെ, അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു ഹോട്ടലോ സ്റ്റേ ചെയ്യാനായിട്ടൊന്നും വരെ ഇല്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ കൂടെ വന്നവരുടെ അഭിപ്രായം കേട്ടെ. ശരിക്കും പറഞ്ഞാലേ ഈ ചെട്ടിനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത് പഴയ ആ ഒരു സൗധങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ള അന്നത്തെ ചെട്ടിയാർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിർമ്മിച്ച് താമസിച്ചിരുന്ന അവരുടെ വീടുകളാണ് പ്രധാനമായിട്ടും ഈ ചെട്ടിനാടുള്ളത്. അത് 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ളതാണ് മിക്കതും. ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു.
നമ്മുടെ ചെട്ടിനാട് പാലസിൻ്റെ ഭാഗത്താണ് കൂടുതലും അങ്ങനത്തെ വീടുകളുള്ളത്. പിന്നെ ആത്തൻകുടി ഭാഗത്ത് പ്രധാനമായിട്ടുള്ള ആത്തൻകുടി ടൈൽസ്, അതിൻ്റെ വീഡിയോ, അത് നിർമ്മിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ആത്തൻകുടി പാലസിൽ സിനിമകളൊക്കെ ചിത്രീകരിക്കുന്നതാണ്. നമുക്ക് ഉള്ളിൽ കയറി കാണാൻ സാധിച്ച ആത്തൻകുടി പാലസാണ്. അതാണ് ആത്തൻകുടി പാലസിൻ്റെ കാര്യമാണ് ആ ചേട്ടൻ പറഞ്ഞത്. ആത്തൻകുടി പാലസ് 100 വർഷമായിട്ടുള്ളൂ കേട്ടോ. ആത്തൻകുടി പാലസ് ഈ പറഞ്ഞ ഒരു ഏകദേശം ഒരു 1.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു വീടാണ് ആത്തൻകുടി പാലസ്. അതിൻ്റെ ടൈലുകളാണ് ഈ പറഞ്ഞ ഒരു ഇറക്കുമതി ചെയ്ത ടൈലുകൾ ജർമ്മനിയിൽ നിന്നും പിന്നെ ഇറ്റലിയിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചാണ് ആത്തൻകുടി പാലസിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ഒരു അടിച്ചു പൊളിക്കാനായിട്ടൊരു ഉദ്ദേശത്തിൽ പോകുന്ന ആൾക്കാർക്ക് ഒട്ടും സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമല്ല നമ്മുടെ ചെട്ടിനാട്. ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ചെട്ടിനാട്. പിന്നെ അധികം ഹോട്ടലുകളില്ല. ആത്തൻകുടി ഭാഗത്ത് താമസിക്കാൻ പോലും സ്ഥലമില്ല. ശരിക്കും ആത്തൻകുടി ഭാഗം ഒരു കുഗ്രാമമാണ്. അതുപോലെ തന്നെ ചെട്ടിനാട് പാലസിൻ്റെ ഭാഗവും ആ പാലസ് നിൽക്കുന്ന ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ വീടുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിജനമായ സ്ഥലങ്ങളാണ്. കാരക്കുടി ഭാഗമാണ് കൂടുതൽ താമസിക്കാൻ സ്ഥലമുള്ളത്. പിന്നെ നമ്മളവിടെ പോയ പിള്ളയാർപ്പട്ടി ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ കുറേ ഹോട്ടലുകൾ താമസിക്കാൻ സൗകര്യമൊക്കെ ഉണ്ട്. ഹോട്ടലല്ല, താമസിക്കാൻ ലോഡ്ജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചെട്ടിനാട് പോയതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും. അപ്പോൾ ചെട്ടിനാട് യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഈ വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി. തിരിച്ച് വരുന്ന വഴിക്ക് ചിറ്റൂർ വേട്ടയ്ക്കുരുമകൻ കാവിൽ ദേശവിളക്കിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് വണ്ടി നിർത്തി ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ചിറ്റൂർ വേട്ടയ്ക്കുരുമകൻ കാവിലെ വിളക്കിൻ്റെ കാഴ്ചകളാണ്